ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് പപ്പീസുകൾ മറ്റു പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ നല്ല അടിപൊളി ബീഗിളുടെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്ത് KCI 14,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ വിത്ത് KCIയിൽ 14,000 രൂപ. നല്ല ക്യൂട്ടായിട്ടുള്ള ബീഗിളുടെ പപ്പീസ്, നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ട്രൈ കളർ പപ്പീസ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രീഡറിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ വന്നിരിക്കുന്നത് വാട്സപ്പ് ഓൺലിയാണ്. നിങ്ങൾ നമ്മുടെ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്രീഡേഴ്സിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടത്. വാട്സപ്പ് ഓൺലിയാണ് ചില നമ്പറൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് വാട്സപ്പ് ഓൺലിയാണ്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ സെയിലിൽ വന്നിരിക്കുന്നത് രാജപാളയത്തിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള രാജപാളയത്തിൻ്റെ പപ്പീസ്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 9,000 രൂപയാണ് ചോദിക്കുന്നത്. 9,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. രാജപാളയം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട് രാജപാളയത്തിൻ്റെ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള രാജപാളയത്തിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ബ്രീഡിംഗ് പർപ്പസിനായാലും എടുക്കാൻ പറ്റിയതാണ്. ഫീമെയിൽ പപ്പീസ് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ 2 മാസം പ്രായമുള്ളൊരു ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2,500 രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇത് എക്സ്ചേഞ്ചും പോസിബിളാണ്. കോഴിയായിട്ട് എക്സ്ചേഞ്ചും നോക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഫീമെയിലിന് 3,000 രൂപയും മെയിൽ പപ്പിക്ക് 3,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി കളേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, ആഷ് കളറുണ്ട്. കണ്ണൂരിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു അമേരിക്കൻ സിൽക്കി. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 10 മാസം പ്രായമുള്ളതാണ്. അപ്പോൾ അവിടുന്ന് കണ്ണൂരിൽ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു അമേരിക്കൻ സിൽക്കും അതേപോലെ ഒരു ജോഡി പ്രാവുമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 10 മാസം പ്രായമുള്ള അമേരിക്കൻ സിൽക്കിക്ക് 1,500 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ജോഡി പ്രാവ്, ഒരു ക്രോസ് ബ്രീഡും ഒരു പറവയും ക്രോസ് ആയിട്ടുള്ള പെയറിന് 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ രണ്ടെണ്ണത്തിനും കൂടി 200 രൂപ. അപ്പോൾ ഈ പ്രാവിനും അമേരിക്കൻ സിൽക്കിനും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ അതേപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അമേരിക്കൻ സിൽക്കിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതും കണ്ണൂരിൽ തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രോസ് ബേഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 350 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകളൊക്കെ സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 13 ക്രോസ് ബേഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 13 ഉണ്ട് ബ്രീഡിംഗ് സൈസുകളാണ് വന്നിരിക്കുന്നത്, 13. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,300 രൂപയാണ് 13 കൂടി റേറ്റ് ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ക്രോസ് ബേഡുകളൊക്കെ പീസ് റേറ്റ് 100 രൂപയാണ് വന്നിട്ടുള്ളൂ. ഫോസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. 13 1,300 രൂപ. അതേപോലെ തന്നെ അവിടെ നിന്ന് ഒരു ജോഡി ഹിപ്പിയും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്.
അതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 1200 രൂപയാണ്. ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത് ഹിപ്പിയുടെ ബ്രീഡിംഗ് പെയറിന് 1200 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് പ്രോപ്പർ ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലാബിൻ്റെ ഒരു ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ലാബിൻ്റെ ഫീമെയിൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യണം. 1000 രൂപയാണ് ഈ ലാബിൻ്റെ ഫീമെയിലിന് ചോദിക്കുന്നുള്ളൂ. 2 വയസ്സ് പ്രായമുണ്ട്. നല്ല അടിപൊളി ലാബിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 1000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഇതിന്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൊയിലുകളും അതേപോലെ തന്നെ ഗിനിപ്പിക്കാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് ബ്രീഡ് മൊയിലാണ് വന്നിരിക്കുന്നത്. ജോഡിക്ക് 600 രൂപയാണ് ചോദിക്കുന്നത്. ഒരെണ്ണം ബ്ലാക്കും അതേപോലെ ഒരെണ്ണം ഗ്രേ കളറാണ് വന്നിരിക്കുന്നത്. ക്രോസ് ബ്രീഡ് മൊയിലിന് ജോഡിക്ക് 600 രൂപ. കാസർഗോഡാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഗിനിപ്പിക്കിൻ്റെ ഒരു ജോഡിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 500 രൂപയാണ് ഗിനിപ്പിക്കിനായിട്ട് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളുടെ ഗിനിപ്പിക്കുകൾ മൊയിലുകൾ നാടൻ കോഴി ഫാൻസി കോഴി അങ്ങനത്തെ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിൽ നിന്നാണ് 25 ദിവസം പ്രായമായിട്ടുള്ള ഗ്രാമശ്രീയുടെ പൂവൻ കോഴി കുഞ്ഞുങ്ങൾ മാത്രമാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് ചോദിക്കുന്നത്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. 30ഓളം പീസ് ഗ്രാമശ്രീയുടെ പൂവൻ കോഴികൾ മാത്രമേ ഉള്ളൂ. പീസ് റേറ്റ് 100 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. തൃശ്ശൂർ ജില്ലയിൽ കൊടകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്, പ്രോപ്പർ ലൊക്കേഷൻ. അപ്പോൾ നല്ല അടിപൊളി ഗ്രാമശ്രീയുടെ പൂവൻ കോഴി കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 100 രൂപ. ലാബിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ള ലാബിൻ്റെ മെയിൽ ഡോഗ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 10,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഒരു സ്റ്റഡിങ് കഴിഞ്ഞിട്ടുള്ള ഡോഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഡോഗ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 10,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വാത്തകളും ഗിനിക്കോഴികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വാത്ത വന്നിരിക്കുന്നത് 4 എണ്ണം ഉണ്ട്. 3 ഫീമെയിലും 1 മെയിലും 4 എണ്ണം കൂടി 8,500 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 4 എണ്ണത്തിന് ഒരുമിച്ച് എടുക്കണമെങ്കിൽ 8,000 രൂപയ്ക്ക് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഗിനിക്കോഴികൾ പീസ് റേറ്റ് 600 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അടിവാരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 4 വാത്തകൾ ഒരുമിച്ച് എടുക്കണമെങ്കിൽ 8,000. അടുത്തായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ് 1 വയസ്സ് പ്രായമായിട്ടുള്ള നാടൻ കോഴിയാണ് പുള്ളിക്കോഴിയും അതേപോലെ തന്നെ ഒരു മുട്ടയിടുന്നൊരു പിടക്കോഴിയും. നാടൻ പുള്ളിക്കോഴിയുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. 1,400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് KCI മെയിൽ പപ്പീസ് മാത്രം കൊടുക്കാനുള്ളൂ. 5 മെയിൽ പപ്പീസ് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 10,500 ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മെയിൽ പപ്പീസ് മാത്രം കൊടുക്കാനുള്ളൂ കേട്ടോ. വിത്തൗട്ട് KCIയിൽ 10,500 ബീഗിളിൻ്റെ നല്ല അടിപൊളി പപ്പീസ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നല്ല നല്ല അടിപൊളി ഓഫറിലും അതേപോലെ നല്ല ഫ്രീ ആയിട്ട് ഓപ്ഷൻസൊക്കെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് കാണാൻ മറക്കരുത്. നല്ല അടിപൊളി ഓഫറിലും ഫ്രീ ആയിട്ട് ഓപ്ഷനൊക്കെ പെറ്റ്സിനെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയിലൊക്കെ ആരെങ്കിലും പെറ്റ്സിൻ്റെ മേഖലയിൽ ബ്രീഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക. നമ്മുടെ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിൽ പെറ്റ്സുകൾ അല്ലെങ്കിൽ നാടൻ കോഴി ഫാൻസി കോഴികൾ പ്രാവുകൾ അസീൽ അങ്ങനത്തെ ഒക്കെ
സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ നമ്പർ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല അടിപൊളി സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് സെയിൽ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.